ഇത് സമയൽ. ഇത് മസ്കറ്റിൽ നിന്നും ഏകദേശം 50 കിലോമീറ്റർ അകലെയാണ് സമയൽ ടൗണ് സ്ഥിതി ചെയ്യുന്നത്. സമയലിന് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അറബ് നാടുകളിൽ തന്നെ ആദ്യത്തെ ഇസ്ലാം മതം സ്വീകരിച്ച സ്ഥലമായിട്ടാണ് ഈ സമയൽ അറിയപ്പെടുന്നത്. അതുകൂടാതെ തന്നെ നിരവധി മതപണ്ഡിതരും അതുപോലെ തന്നെ നിയമജ്ഞരും അങ്ങനെയുള്ളവരുടെ എല്ലാം ജന്മസ്ഥലമായിട്ടാണ് ഈ സമയൽ കണക്കാക്കപ്പെടുന്നത്. ഏറ്റവും ഒടുവിലെ കണക്ക് പ്രകാരം ഇവിടെ 53 ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലായിട്ട് ആകെയുള്ള ജനസംഖ്യ 40,000 എന്നാണ് അവസാനത്തെ കണക്കെടുപ്പിൽ പ്രകാരം പറയുന്നത്. ഇവിടെ എല്ലാ സൗകര്യങ്ങളും കൂടിയുള്ള സ്കൂളുകൾ, ഹോസ്പിറ്റലുകൾ, അങ്ങനെയുള്ള എല്ലാ ആധുനിക രീതിയിലുള്ള എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു മെയിൻ ടൗൺ എന്ന് പറയുന്നതാണ് ഈ സമയൽ. ഇവിടെ ഈ സമയൽ ടൗണിനോട് ചേർന്നിട്ടുള്ള എല്ലാ വീടുകളും ആധുനിക രീതിയിൽ നിർമ്മിച്ചിട്ടുള്ള വീടുകളാണ്. നേരെ മറിച്ച് നമ്മൾ സമയലിൽ തന്നെ ഉൾഗ്രാമത്തിലോട്ട് പോവുകയാണെങ്കിൽ നൂറ്റാണ്ടുകൾ വർഷമുള്ള വീടുകളും അതുമായിട്ടുള്ള അവരുടെ ആചാരങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇതിപ്പോൾ മോർണിംഗ് ആണ്, സമയം 6 മണി ആയതേ ഉള്ളൂ. അതുകൊണ്ടാണ് റോഡിലും അങ്ങനെയുള്ളവിടെയെല്ലാം തിരക്ക് കുറവ്. കുറച്ചുകൂടി കഴിയുകയാണെങ്കിൽ നല്ല തിരക്ക് അനുഭവപ്പെടും. കാണുന്നതാണ് സമയൽ ടൗൺ കേട്ടോ. മെയിനായിട്ട് സമയൽ ടൗൺ എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ കാണുന്ന പ്രദേശമാണ്. ഇതെല്ലാം ഈ ജ്വല്ലറിയാണ് കേട്ടോ. ഇവിടെ ഏറ്റവും കൂടുതൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം ജ്വല്ലറിയും അതുപോലെ തന്നെ ടൈലറിങ് ഷോപ്പ് ഒരുപാട് കാണാൻ കഴിയും. ഇവിടെ ഒരു 2 ലൈനിലായിട്ട് തന്നെ 10ഉം 20ഉം ഈ ടൈലറിങ് ഷോപ്പ് അതുപോലെ ജ്വല്ലറി അങ്ങനെയുള്ളതെല്ലാം നമുക്കിവിടെ കാണാൻ കഴിയും. മസ്കറ്റ് മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ഉള്ളിലോട്ടാണ് ഈ സമയൽ ടൗൺ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഇതിപ്പോൾ നിസ്സോയിൽ നിന്ന് ഈ സമയൽ ടൗണിലോട്ട് പോകുന്ന ഈ വഴിയാണ് ഈ കാണുന്നത്. സമയൽ ടൗണിനോട് എത്താറായി. ഇവിടെ ടൗണിനേക്കാളും കൂടുതൽ ഇവിടെ ഉള്ളത് വില്ലേജാണ് കേട്ടോ. അതായത് ഗ്രാമങ്ങളാണ് ഇവിടെ കൂടുതലും ഉള്ളത്. ഏകദേശം 53 ഗ്രാമങ്ങളോളം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. സ്കൂളുകൾ ഇവിടെ ഹൈസ്കൂളും LP സ്കൂളും അങ്ങനെയുള്ള സ്കൂളുകളെല്ലാം ഇവിടെയുണ്ട്. അറബിക് സ്കൂളുകളാണ് ഇവിടെ ഉള്ളത്. അതുകൂടാതെ എല്ലാ ദിവസവും വൈകുന്നേരത്ത് ഉള്ളൊരു മാർക്കറ്റും ഇവിടെ കാണാൻ കഴിയും. തുണിക്കടകൾ, ഷോപ്പിംഗ് കോംപ്ലക്സ് അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ ഇവിടെ. ചുറ്റും പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലത്താണ് ഈ സമയൽ ടൗൺ സ്ഥിതി ചെയ്യുന്നത്. സമയൽ ടൗൺ മാത്രമല്ല വില്ലേജും ഗ്രാമങ്ങളും എല്ലാം സ്ഥിതി ചെയ്യുന്നത് ഈ പർവ്വതങ്ങളുടെ ചുറ്റപ്പെട്ട സ്ഥലത്താണ് ഇരിക്കുന്നത്. കാണുന്നത് റൈറ്റ് സൈഡിൽ വലതുഭാഗത്ത് കാണുന്നത് ഒരു പെട്രോൾ പമ്പാണ്. കുറേ ആൾക്കാരെല്ലാം ഞാൻ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്ന് സ്ഥലവും പരിസരമൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്. നിരവധി മലയാളികൾ ഇവിടെ 10ഉം 15ഉം വർഷം അതിലധികവും വർക്ക് ചെയ്യുന്ന മലയാളീസൊക്കെ ഉണ്ട് കേട്ടോ. കൊല്ലം, തിരുവനന്തപുരം ആ ഭാഗത്ത് വർക്ക് ചെയ്യുന്നവരൊക്കെ ഞാൻ പരിചയപ്പെട്ടതിൽ ഇവിടെ ഉണ്ട്.
ഇത് ഇവിടുത്തെ മെയിൻ ഒരു പള്ളിയാണ് കേട്ടോ ഈ കാണുന്നത്. വലിയ പള്ളിയാണ്. രാത്രി കാലങ്ങളിലൊക്കെ വരുവാണെങ്കിൽ, അല്ലെങ്കിൽ സന്ധ്യാസമയത്ത് വരുവാണെങ്കിൽ ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ വെച്ച് നല്ല ഭംഗിയാണ് ഈ പള്ളി കാണാൻ. ഈ പള്ളിയോട് ചേർന്ന് അല്ലെങ്കിൽ അതിനോട് ചുറ്റിപ്പറ്റി നിരവധി വീടുകളും അതുപോലെ തന്നെ സ്കൂളുകൾ, ജിമ്മ്, ഹോസ്പിറ്റലുകൾ അതെല്ലാം നമുക്കിവിടെ ഉണ്ട്. ഇപ്പോൾ ഈ നിൽക്കുന്നത് ഒരു പ്ലേ ഗ്രൗണ്ടാണ് കേട്ടോ. ഫുട്ബോൾ കളിക്കുന്ന ഒരു ഗ്രൗണ്ടാണിത്. സമയൽ ടൗണിനോട് ചേർന്ന് തന്നെ ഒരു പോർട്ടുണ്ട്, അതുപോലെ വലിയൊരു പാർക്കുണ്ട്. പാർക്കിൽ ഫുൾ ടൈം 11 മണി വരെയാണ് സന്ദർശന സമയം കേട്ടോ. രാത്രി 11 മണി വരെ. അത് ഫ്രീ ആണോ, അതിന് പ്രത്യേകിച്ച് ഫീസ് കാര്യങ്ങളൊന്നുമില്ല. ഇത് സമയലിലെ ഹോസ്പിറ്റലാണ് കേട്ടോ. ഈ ഗവൺമെൻറ്റിൻ്റെ ഹോസ്പിറ്റലാണ് ഈ കാണുന്നത്. നിരവധി മലയാളീസൊക്കെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, ചേച്ചിമാരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ. ഇത് പോലീസ് സ്റ്റേഷനാണ്. റോഡ് സൈഡിനോട് ചേർന്ന് തന്നെയാണ് ഈ പോലീസ് സ്റ്റേഷൻ ഇരിക്കുന്നത്. മെയിൻ റോഡ് ഹൈവേയോട് ചേർന്ന് തന്നെയാണ് പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. ഈ റോഡ് ഇതുപോലെയുള്ള നിരവധി റോഡിലെല്ലാം ഇങ്ങനെയുള്ള ഈ മെയിൻ ടൗണുകളിലെല്ലാം, ഒമാനിലെ തന്നെ മെയിൻ ടൗണുകളിലെല്ലാം ഇതുപോലത്തെയുള്ള മെയിൻ കവാടങ്ങളെല്ലാം നമുക്ക് കാണാൻ കഴിയും കേട്ടോ. ഈ റോഡ് നേരെ കയറി ചെല്ലുന്നത് മസ്കറ്റ് റോഡിലോട്ടാണ് കേട്ടോ. ഇവിടെ നിന്ന് മസ്കറ്റിലോട്ട് ഏകദേശം ഒരു 1 മണിക്കൂർ യാത്ര അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂർ യാത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.